സക്സസ് ഫയലിൻ്റെ ഈ ഒരു വീഡിയോയിലൂടെ PSC ബുള്ളറ്റിനിൽ നിന്നും, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള PSC ബുള്ളറ്റിനിൽ നിന്നുമുള്ള 50 പൊതുവിജ്ഞാന ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: 1939 സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റ് പദവി രാജിവച്ചതിനെ തുടർന്ന് ആ പദവി അലങ്കരിച്ച വ്യക്തി ആര്? 1939 സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റ് പദവി രാജിവച്ചതിനെ തുടർന്ന് ആ പദവി അലങ്കരിച്ച വ്യക്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സൈമൺ കമ്മീഷനെ തള്ളിക്കളയാൻ ആഹ്വാനം ചെയ്ത കോൺഗ്രസ് സമ്മേളനം ഏത്? സൈമൺ കമ്മീഷനെ തള്ളിക്കളയാൻ ആഹ്വാനം ചെയ്ത കോൺഗ്രസ് സമ്മേളനം 1927 മദ്രാസ് സമ്മേളനം. 1927 മദ്രാസ് സമ്മേളനത്തിലാണ് സൈമൺ കമ്മീഷനെ തള്ളിക്കളയാനായിട്ട് ആഹ്വാനം ചെയ്തത്. അടുത്ത ചോദ്യം: ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ വൈസ്രോയ് ആയിരുന്നത് ലിൻലിത്കോ പ്രഭു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം അഹമ്മദാബാദ് മിൽ സമരം. ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച സ്ഥലം അടയാർ. മദ്രാസിന് സമീപമുള്ള അടയാറിലാണ് ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്. നിസ്സഹരണ പ്രസ്ഥാനത്തെ സഹായിക്കാനായി ബാലഗംഗാധര തിലകൻ രൂപീകരിച്ച ഫണ്ട് ഏത്? നിസ്സഹരണ പ്രസ്ഥാനത്തെ സഹായിക്കാനായിട്ട് ബാലഗംഗാധര തിലകൻ രൂപീകരിച്ച ഫണ്ട് സ്വരാജ് ഫണ്ട്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് ആക്ട്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടി. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ സാമൂഹിക വികസന പരിപാടികളിലേക്ക് വഴിതെളിച്ച പ്രധാന പദ്ധതി ഏത്? ഇട്ടാവ പദ്ധതി. ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ഡോക്ടർ കെ ബി മേനോനാണ് കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? അബ്ബാസ് തിയാബ്ജിയാണ് ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകൻ ആയിരുന്നത് മദൻ മോഹൻ മാളവ്യ. ക്രിസ്ത്യൻ വൈസ്രോയ് എന്നറിയപ്പെടുന്ന വൈസ്രോയ് ഇർവിൻ പ്രഭുവാണ് ക്രിസ്ത്യൻ വൈസ്രോയ് എന്ന് അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യയെ രണ്ടായി വിഭജിക്കാനുള്ള മൗണ്ട് ബാറ്റന്റെ പദ്ധതിയാണ് ബാൾക്കൻ പദ്ധതി. യങ് ഇന്ത്യ വാരികയുടെ മലയാളി എഡിറ്റർ ആയിരുന്നത് ജോർജ് ജോസഫ് ആണ് യങ് ഇന്ത്യ വാരികയുടെ മലയാളി എഡിറ്റർ ആയിരുന്നത്.
ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി ഏത്? ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധാ പദ്ധതി. വാർധാ പദ്ധതി. മഹർ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. മഹർ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ അംബേദ്കർ. അംബേദ്കർ ആയിരുന്നു മഹർ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. പൗനാർ ആശ്രമത്തിലെ സന്യാസി. പൗനാർ ആശ്രമത്തിലെ സന്യാസി എന്ന് അറിയപ്പെട്ടിരുന്നത് വിനോബ ഭവെ. വിനോബ ഭവെയാണ് പൗനാർ ആശ്രമത്തിലെ സന്യാസി എന്ന് അറിയപ്പെട്ടിരുന്നത്. മൗലിക കർത്തവ്യങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ്? മൗലിക കർത്തവ്യങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് റഷ്യയിൽ നിന്നാണ്. റഷ്യയിൽ നിന്ന്. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏത്? 21-ാം അനുച്ഛേദം. 21-ാം അനുച്ഛേദമാണ് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം. പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് സ്റ്റേറ്റിന്റെ കടമയാണെന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടനാ വകുപ്പ്. പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് സ്റ്റേറ്റിന്റെ കടമയാണെന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടനാ വകുപ്പ്. അനുച്ഛേദം 48A. അനുച്ഛേദം 48A. ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? സ്വരൺ സിംഗ് കമ്മിറ്റി. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. അടിമത്തം നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ്. അടിമത്തം നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ്. 23-ാം വകുപ്പ്. അടിമത്തം നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് 23. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട്. ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് ആണ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട്. 1962 ഇന്ത്യ ചൈന യുദ്ധസമയത്തെ ഇന്ത്യൻ കരസേനാ മേധാവി. 1962 ഇന്ത്യ ചൈന യുദ്ധസമയത്തെ ഇന്ത്യൻ കരസേനാ മേധാവിയായിരുന്നത് ജനറൽ പ്രാൺനാഥ് ഥാപ്പർ. ജനറൽ പ്രാൺനാഥ് ഥാപ്പർ. ഏതു പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ആദ്യമായി പൊക്രാനിൽ അണുപരീക്ഷണം നടത്തിയത്? ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ആദ്യമായിട്ട് പൊക്രാനിൽ അണുപരീക്ഷണം നടത്തിയത്? 4-ാം പഞ്ചവത്സര പദ്ധതി. 4-ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യൻ പ്രസിഡന്റ് പദവിയിലെത്തിയ പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ. ഇന്ത്യൻ പ്രസിഡന്റ് പദവിയിലെത്തിയ പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാനാണ് പ്രണബ് കുമാർ മുഖർജി. പ്രണബ് കുമാർ മുഖർജി. ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി. ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42-ാം ഭരണഘടനാ ഭേദഗതി. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയാണ് ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന ഭരണഘടനാ വകുപ്പ്. അനുച്ഛേദം 15. അനുച്ഛേദം 15. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 300A. 300A. ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്ര തരത്തിലുള്ള മൗലികാവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്? 7. ഭരണഘടന നിലവിൽ വന്നപ്പോൾ 7 മൗലികാവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. പോക്കറ്റ് വീറ്റോ ആദ്യമായി ഉപയോഗിച്ച ഇന്ത്യൻ രാഷ്ട്രപതി. പോക്കറ്റ് വീറ്റോ ആദ്യമായിട്ട് ഉപയോഗിച്ച ഇന്ത്യൻ രാഷ്ട്രപതി ഗ്യാനി സെയിൽ സിംഗ്. ഗ്യാനി സെയിൽ സിംഗ്. വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം. വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം 21A. 21A.
താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രി. വനം മഹോത്സവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. വനം മഹോത്സവത്തിന്റെ പിതാവാണ് KM മുൻഷി. KM മുൻഷി. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരി. നീലഗിരി. ബദരിനാഥ് ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? ബദരിനാഥ് ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? അളകനന്ദ. അളകനന്ദ. ഗംഗയെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ആവിഷ്കരിച്ച പുതിയ പദ്ധതി. ഗംഗയെ സംരക്ഷിക്കുന്നതിനായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ആവിഷ്കരിച്ച പുതിയ പദ്ധതിയാണ് നമാമി ഗംഗ. നമാമി ഗംഗ. പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന നിറം. പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന നിറമാണ് വെള്ള. വെള്ള. ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്ന നദി. ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ്. സത്ലജ് നദിയിൽ. ഉഷ്ണമേഖല പറുദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദ്വീപ്. ഉഷ്ണമേഖല പറുദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദ്വീപാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപ്. പാലരുവി വെള്ളച്ചാട്ടം ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? പാലരുവി വെള്ളച്ചാട്ടം ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? കല്ലട നദി. കല്ലട നദിയിലാണ് പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. കേരള സംസ്ഥാനത്തെ ആദ്യ ജൈവ ഗ്രാമം. കേരള സംസ്ഥാനത്തെ ആദ്യത്തെ ജൈവ ഗ്രാമമാണ് ഉടുമ്പന്നൂർ. ഉടുമ്പന്നൂർ. കേരളത്തിലെ ആദിവാസികളുടെ തനത് നൃത്തരൂപം. കേരളത്തിലെ ആദിവാസികളുടെ തനത് നൃത്തരൂപമാണ് മുടിയാട്ടം. മുടിയാട്ടം. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചത്? കൊച്ചിൻ ഷിപ്പ്യാർഡ് ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചത്? ജപ്പാൻ. ജപ്പാന്റെ സഹായത്തോടെയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ചത്. ശരീരത്തിലെ ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം. ശരീരത്തിലെ ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം സി. ജീവകം സി. മയിൽപീലിയിലെ വ്യത്യസ്ത വർണ്ണങ്ങൾക്ക് കാരണമാകുന്ന സൂക്ഷ്മ കണികകൾ. മയിൽപീലിയിലെ വ്യത്യസ്ത വർണ്ണങ്ങൾക്ക് കാരണമാകുന്ന സൂക്ഷ്മ കണികകളാണ് ബാർബിൾസ്. ബാർബിൾസ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഓക്സിജൻ. ഓക്സിജൻ. കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.